പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 14 തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 19 അധ്യായം 31 വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സ് 31 നാം ഇപ്രകാരം വായിക്കുന്നു: വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. മോശയിൽ കൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ സർവസഭയോടും എണ്ണി അക്കമിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായും വ്യക്തതയോടെ പറയുന്നത് ലേവ്യ പുസ്തകം 19 അധ്യായം ആദ്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, കൂട്ടുകാരോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, ജന്തുക്കളോടുള്ള ബന്ധത്തിൽ, സ്വന്തം ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അതുപോലെ തന്നെ അംഗഹീനരായവരോടുള്ള ബന്ധത്തിൽ എന്നു വേണ്ട സമസ്ത മേഖലകളെയും 19 അധ്യായം പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഇന്നത്തെ വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിക്കപ്പെട്ട 31 വാക്യം വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് ജീവനുള്ള സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സകലത്തിലും ഉന്നതനായിരിക്കുന്ന ഈ വലിയവനായ ദൈവം ഉള്ളപ്പോൾ വെളിച്ചപ്പാടന്മാരുടെ അടുക്കലും ശകനവാദികളുടെ അടുക്കലും മന്ത്രവാദികളുടെ അടുക്കലും നിങ്ങൾ പോകരുത് എന്ന് കൃത്യമായി വളരെ ശാസിച്ച് നിഷ്കർഷയായി മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വാഗ്ദത്ത വചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് നൽകി എന്നത് എനിക്കറിയുകയില്ല. പക്ഷേ നാളുകളായി, ഏകദേശം 4 വർഷത്തിലധികമായി മുടങ്ങാതെ ജീവജല വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരോടോ പരിശുദ്ധാത്മാവിന് ചിലത് സംസാരിക്കുവാനുണ്ട്. മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഇന്ന കുടുംബത്തിലെ അംഗം എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്, നല്ല കാര്യം. അതിലുമുപരിയായി ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ന സഭയുടെ അംഗമാണ്. അതൊരു പക്ഷേ പാരമ്പര്യ സഭയായിരിക്കാം, പാരമ്പര്യേതര സഭയായിരിക്കാം, ഇപ്പോൾ ഒരു നൂതന വിശ്വാസ പ്രത്യയ ശാസ്ത്രം ഉൾക്കൊള്ളുന്ന സഭയുമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ക്രൈസ്തവ പശ്ചാത്തലത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന നമ്മോട് പറയുന്നു. ഇത് ഞാൻ ലേവ്യ പുസ്തകം 19 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളെ കോർത്തിണക്കി പറയുവാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെട്ടതുകൊണ്ട് പരാമർശിക്കുകയാണ്. അതായത് ഇസ്രായേൽ തന്റെ സ്വന്തം ജനം, അവരുടെ സർവസഭയോടുമാ പറയുന്നത്, നിങ്ങൾ മന്ത്രവാദികളുടെയും ശകനവാദികളുടെയും അടുക്കൽ പോകരുത്. നിങ്ങൾ അപമാനിതരായി തീരാതിരിക്കേണ്ടതിന് അവരെ അന്വേഷിക്കുകയും ചെയ്യരുത്. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഞാൻ മേൽ പ്രസ്താവിക്കപ്പെട്ട സകല ക്രൈസ്തവ പാരമ്പര്യങ്ങളും എല്ലാ അർത്ഥത്തിലും കൊട്ടിഘോഷിക്കുന്ന 2024 ജൂൺ മാസം 14 തീയതി ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ അക്രൈസ്തവരെക്കാളും അവിശ്വാസികളെക്കാട്ടിലും അതിനുപരിയായി ജാതികളെക്കാളും ഉപരിയായി
ഇന്ന് മന്ത്രവാദികളെയും ശകുനവാദികളെയും സകലവിധ വേണ്ടാത്ത അനാചാരങ്ങളും കൈക്കൊള്ളുന്നത് ആരാണ്? വളരെ വേദനയോട് പറയട്ടെ, വിശ്വാസം പ്രഖ്യാപിക്കുന്ന നമ്മിൽ പലരുമല്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കാട്ടെ. ഭവനം വെക്കുന്നതിനെ കുറിച്ചും അതിന്റെ ചിട്ടവട്ടങ്ങളും വചനം പറയുന്നുണ്ട്. ആരാണ് ഭവനം വെക്കുന്നത്? എങ്ങനെയാണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു ക്രൈസ്തവർ. ശകുനവാദിയുടെ അടുക്കൽ അന്ധവിശ്വാസം, മന്ത്രവാദികളുടെ അടുക്കൽ അവരുടെ പൂജിച്ച ചരട്, പൂവ്, മിറ്റത്ത് അങ്ങനെ നോക്കരുത്, ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇരിക്കണം, കന്നിമൂല എന്നു വേണ്ട ദുരാചാരങ്ങളുടെ ഇരിപ്പിടമായി ഞാനും നിങ്ങളും മാറിയിരിക്കുന്നു. വചനം പറയുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനവും അതിന്റെ മുൻപിലും പിൻപിലുമുള്ള വാക്യങ്ങൾ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ എന്നോട് പിണങ്ങരുത്, നിങ്ങളത് വായിക്കണം. ഇന്ന് ക്രൈസ്തവർ ദൈവാലയത്തിൽ പോയി ആരാധിക്കുന്നു, വിശ്വാസികളാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഹീനമായ വളരെ ദുർമന്ത്രവാദത്തിന്റെ അടിമകളായി ഞാനും നിങ്ങളും തീരുന്നു. കാരണം എന്താ? ദൈവവചനം വായിക്കുന്നില്ല, വചനത്തിൽ വിശ്വാസമില്ല, എളുപ്പ വഴി, കുറുക്കു വഴി നാം തേടുകയാണ്. അതിനുവേണ്ടി ഈ നാളുകളിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നു. ആരുടെയൊക്കെ മുമ്പിൽ പോയി മുട്ടുകുത്താമോ, എന്തെല്ലാം നേർച്ച കാഴ്ചകൾ ചെയ്യാമോ, എവിടെയെല്ലാം നടന്നു കയറാമോ, എവിടെയെല്ലാം മുട്ടുകുത്തി വീഴാമോ, ആരുടെയൊക്കെ മുമ്പിൽ തല കുനിക്കാമോ, എങ്ങോട്ട് വേണേലും വീഴാൻ തയ്യാറാ. മുൻപോട്ടോ പുറകിലോട്ടോ ഊതുകയോ തള്ളുകയോ ഉരുട്ടി വീഴുകയോ എന്തിനും തയ്യാറാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം മറക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ മക്കളെ, എന്റെ സ്വന്തം ഇസ്രായേൽ ജനമേ, സർവസഭയെ, നിങ്ങൾ എന്തിന് മന്ത്രവാദികളുടെയും ശകുനവാദികളുടെയും അടുക്കൽ പോകുന്നു? ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് വളരെ വ്യക്തമായി ചോദിക്കുകയാ. നിങ്ങളുടെ ഭവനം പണിയുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ഉള്ളവർ, കടയുള്ളവർ, യാത്ര പോകുന്നവർ തിങ്കളാഴ്ച 9 മണി കഴിഞ്ഞേ പോകൂ. അങ്ങനെ പോകുന്നു നീണ്ട നിരകൾ. ഇന്ന് അക്രൈസ്തവരും അവിശ്വാസികളും ജാതികളും ഫോളോ ചെയ്യാത്ത വളരെ നികൃഷ്ടവും പ്രാകൃതവുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വിശ്വാസി എന്ന് പറയുന്നതും സഭയുടെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഏത് പാരമ്പര്യ പേര് കേട്ട സഭയാണെങ്കിലും ഇന്ന് പാരമ്പര്യേതര നൂതന വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവരൊക്കെ ആരും അറിയാതെ, ആരും കേൾക്കാതെ കാര്യസാധ്യത്തിനായി എവിടെയും മുഴങ്കാലും അടക്കുന്ന ഒരു ദുഷ്പ്രവണത കൈക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എന്നോടും നിങ്ങളോടും പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്. നിങ്ങൾ ഇനിയും ഒരു മന്ത്രവാദിയുടെയോ ശകുനവാദിയുടെ അടുക്കൽ പോകരുത്. നിങ്ങൾ അപമാനിതരാകാതിരിക്കുവാൻ അവരെ അന്വേഷിക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവജനം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ജീവന്റെ വചനമായ ഈ ദൈവവചനം ഒഴികെ ആരുടെയെങ്കിലും വാക്കിലോ, അതേത് ദൈവദാസന്റെ ആയിക്കൊള്ളട്ടെ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഞാൻ പറയുന്നത് അപ്പാടെ വിശ്വസിക്കണ്ട. നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ ഈ ദൈവവചനം എവിടെയോ കിടന്ന മിഷണറി വര്യന്മാർ, ഇംഗ്ലീഷും മറ്റ് ഭാഷകളും സംസാരിച്ചിരുന്നവർ നമ്മുടെ കേരളത്തിൽ വന്ന് ലിപികൾ ഉണ്ടാക്കി, അച്ചുതണ്ടുണ്ടാക്കി നമ്മുടെ ഭാഷയിൽ അടിച്ചു തന്ന ബൈബിൾ 50 വയസ്സായവർ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ? പക്ഷേ ടിവിയിലോ ന്യൂസിലോ പത്രത്തിലോ മറ്റു മാസികകളിലോ ഉള്ള സകല മന്ത്രവാദികളുടെയും നമ്മൾ കേൾക്കും. യൂട്യൂബിൽ നിന്ന് ഒട്ടും ഇടമുറിയാതെ നാം അത് കേൾക്കും. പക്ഷെ ദൈവവചനം കേൾക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ നിശ്ചിതമായി എന്നെയും നിങ്ങളെയും വിമർശിച്ച് ആഹ്വാനം ചെയ്യുന്നു. ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, ദുഷ്പ്രവണതകൾ, ദുർനടപ്പുകൾ നാം വിട്ടുമാറണം.
ഇസ്രായേൽ ജനത്തിനോട് ദൈവത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ വേദനയും പിണക്കവും നീരസവും, അവർ സത്യ ഏക ദൈവത്തെ വിട്ടിട്ട് ജാതികളുടെ ദൈവത്തിന്റെ പിന്നാലെ പോയതാ. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ കർത്തൃമേശ വിശുദ്ധ സംസർഗം കൊള്ളുന്ന നാം ഇന്നും അന്ധതയിൽ കിടക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഈ പ്രഭാതത്തിൽ ജീവജല വാഗ്ദത്ത വചനത്തിൽ കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി വേദനയും പ്രയാസവും പ്രതികൂലവും, ബിസിനസ്സിൽ തകർച്ചയും, ആരോഗ്യ പ്രയാസങ്ങളും, കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളും, കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായ പരാജയങ്ങളും, നിങ്ങൾ തുടങ്ങുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ മനസ്സമാധാനവും എല്ലാം തകർച്ചയിലും വീഴ്ചയിലും അസമാധാനത്തിലുമാണോ? യു ഹാവ് ടു തിങ്ക് ട്വൈസ്. എവിടെയാണ് കുഴപ്പം? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ വിട്ടിട്ട് മന്ത്രവാദിയുടെയും ശകുനവാദിയുടെയും മറ്റ് പല വിധങ്ങളിലുള്ളവരെയും അന്വേഷിക്കുന്ന നാം അപമാനിതരായിത്തീരും. അതെ, നാം വേദന അനുഭവിക്കേണ്ടി വരും, വീഴ്ച നേരിടേണ്ടി വരും. സ്വയം ചിന്തിക്കുക. ആരും അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, പക്ഷെ പോയവരെ കൊടുത്തു വിട്ടിട്ടുണ്ടോ? വിദേശത്തുള്ളവർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ നേരത്തെ തന്നെ നേർച്ച നേർന്നാ വരുന്നത്. ഇന്ന ഇടങ്ങളിൽ ഓർക്കണം, അത് അക്രൈസ്തവ ആരാധനാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അതിലും ഭീകരമായ അനേക അവിശ്വാസ മേഖലകളിൽ എത്തിച്ചേരുന്നു. സ്വയം ചിന്തിക്കുക, വീഴ്ച എവിടാന്ന് കണ്ടെത്തുക, ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുക. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, എന്നോട് സങ്കടം തോന്നരുത്, പിണക്കം തോന്നരുത്. ലേവ്യ പുസ്തകം 19 അധ്യായം, അറ്റ്ലീസ്റ്റ് ആ ഒരു അധ്യായമെങ്കിലും ഇന്ന് നിങ്ങൾ വായിക്കണം. ദൈവസന്നിധിയിൽ മടങ്ങി വരണം. പ്രതികൂലത്തിന്റെ കാരണം, എന്റെ കുടുംബത്തിന്റെ തകർച്ചയുടെ കാരണം, എന്റെ സമാധാനം പോയിപ്പോയതിന്റെ കാരണം, എന്റെ കുഞ്ഞിന്റെ, എന്റെ ബിസിനസിന്റെ, എന്റെ ആരോഗ്യത്തിന്റെ, എന്റെ പ്രതികൂലത്തിന്റെ കാരണക്കാരി ഞാൻ മാത്രമാണ് എന്ന് വചനത്തിൽ കൂടെ സ്വയം തിരിച്ചറിഞ്ഞ് മടങ്ങി വരാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമായ യഹോവയാ. ഞാൻ നിന്നോട് ക്ഷമിച്ച് നിന്നെ ഞാൻ ചേർത്ത് പിടിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ യെരൂശലേമിനെ നോക്കി വിളിച്ചു പറഞ്ഞു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ എത്രയോ പ്രാവശ്യം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ആകയാൽ ഒരു മടങ്ങി വരവിന് തയ്യാറാകുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. വചനം പറയുന്ന നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ വചനം പറയുന്ന ക്രൈറ്റീരിയ പാലിച്ച് സ്തോത്രത്തോടെ മുന്നേറാം. വചനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒരു വിശ്വാസിക്ക്, ഒരു ദൈവപൈതലിന് കിട്ടണമെന്നത് ദൈവത്തിന്റെയും ദൈവവചനത്തിന്റെയും വ്യവസ്ഥയാണ്. നിർഭാഗ്യവശാൽ അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാർ ഞാൻ മാത്രമാണ്, എന്റെ മാത്രം കുഴപ്പമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ച് വായിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു മടങ്ങി വരവിന് തയ്യാറായാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഇന്ന് ഈ വാഗ്ദത്ത വചനം കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നിറച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയ വലിയ ആലോചനയ്ക്കും ചിന്തയ്ക്കുമായി സ്തുതിക്കുന്നു. സ്വന്തം ജനമായ ഇസ്രയേലിന്റെ സർവ്വസഭയോടും മോശയിൽ കൂടെ ദൈവം പറഞ്ഞ അനേക കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. അവ പാലിക്കാത്തത് മൂലം ഞങ്ങൾ തകർച്ചയിലും വേദനയിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. എന്റെ വീഴ്ചയുടെ, എന്റെ തകർച്ചയുടെ, എന്റെ പോരായ്മയുടെ, എന്റെ അസമാധാനത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ പ്രതികൂലത്തിന്റെ കാരണം
എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവനുള്ള ദൈവമായ യഹോവയിൽ പരിപൂർണമായി ആശ്രയിപ്പാൻ, മറ്റെങ്ങും ഓടാതെ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ കുറുക്കുവഴി തേടാതെ, കുറുക്ക് പരിഹാരം തേടാതെ, ഏക സത്യ ദൈവത്തിലല്ലാതെ മറ്റെങ്കിലും ആശ്രയിക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഈ ദൈവവചനം കേൾക്കുകയും ഇന്ന് ഒരു മടങ്ങി വരവിന് തയ്യാറാകുകയും ചെയ്ത നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് എല്ലാ നന്മകളാലും പൊതിയണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞതുപോലെ ഏക ദൈവമായ സർവശക്തനായ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, മാത്രം വിശ്വസിക്കുക, മാത്രം വേരൂന്നുക. അങ്ങനെ വളരുവാൻ, ഉയരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. മറ്റുള്ള വളരെ ചെറുതും വളരെ വലുതും നാം ഫോളോ ചെയ്യുന്നതുമായ സകല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിട്ടുകളഞ്ഞ് വചനത്തിൽ അടിയുറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.